അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ഇന്നും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വീട് ഉപരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി നേതാക്കളെ തടയാൻ വൻ സുരക്ഷാ സന്നാഹം പോലീസ് ഒരുക്കിയെങ്കിലും പട്ടേൽ ചൌക്കിൽ 100 കണക്കിന് പേരാണ് പ്രതിഷേധിച്ചത്. ഇവരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് നീക്കി. അതിനിടെ ഇഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും മന്ത്രിക്ക് നൽകി. പ്രധാനമന്ത്രിയുടെ വീട് ഉപരോധിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ആകെ ഉള്ളത്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വീട് നിൽക്കുന്ന ലോക് കല്യാൺ മാർഗ് ഉൾപ്പെടെയുള്ള സ്ഥലം. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ പട്ടേൽ ചൌക്ക് കേന്ദ്രീകരിച്ചാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ പല ഭാഗത്തു നിന്നായി ഇവിടേക്ക് എത്തി പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധിക്കാൻ എത്തുന്നവരെ ആകെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ പഞ്ചാബിൽ നിന്നുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഹർജിത് ബൈസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയെങ്കിലും വീണ്ടും പ്രതിഷേധവുമായി ആളുകൾ ഇവിടേക്ക് എത്തുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ജയിലിലിരുന്ന് അതല്ലെങ്കിൽ ഇഡിയുടെ കസ്റ്റഡിയിലിരുന്നിട്ടുള്ള ഭരണവും തുടരുകയാണ് അരവിന്ദ് കെജ്രിവാൾ. നേരത്തെ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു അദ്ദേഹം. ഇപ്പോൾ രണ്ടാമതായി ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. അതായത് സൗജന്യ ചികിത്സ, സൗജന്യ മരുന്ന് വിതരണം എന്നിവ തുടരണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി സൗരവ് ബർജാജിന് നൽകിയത്. എന്തായാലും കസ്റ്റഡിയിലിരുന്ന് ഭരണം തുടരുന്നു. അതേസമയം തന്നെ കെജ്രിവാളിന് എതിരായ നടപടിയിൽ നീക്കത്തിൽ ശക്തമായ പ്രതിഷേധവും തുടരുകയാണ്. പട്ടേൽ ചൌക്ക് സമരവേദിയാവുന്നു. ഇന്ന് മാത്രമല്ല ഇനിയും പ്രതിഷേധങ്ങൾ തുടരുമെന്ന് ആം ആദ്മി പാർട്ടി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. പട്ടേൽ ചൌക്കിൽ നിന്ന് ജഗദീഷ് വിഷ്ണുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.